ഹായ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. മലയാളത്തിന്റെ അഭിമാനങ്ങളാണ്. വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തികളാണ്. ഒരുമിച്ച് സൂപ്പർ താരമായവർ. ഇപ്പോഴും മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്. അതിൽ ഒരു മാറ്റവുമില്ല. അതായത് 85 കാലഘട്ടം മുതൽ മലയാള സിനിമയെ അടക്കി ഭരിച്ച രണ്ടുപേർ. അവർക്ക് മുകളിൽ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. അഭിനയത്തിൽ ആരാണ് മുന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല അഭിപ്രായമാണ്. രണ്ടുപേരുടെയും രണ്ട് ശൈലിയാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടായി തന്നെ നിന്നോട്ടെ. രണ്ടുപേരും വ്യത്യസ്ത രീതിയിൽ മികച്ചത് തന്നെയാണ്. എനിക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇവിടെ ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ ജനപിന്തുണ അത് മോഹൻലാലിനാണ് മമ്മൂട്ടിയേക്കാൾ കുറച്ച് കൂടുതൽ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മമ്മൂട്ടി ഫാൻസിന് പോലും അതിൽ ഒരു സംശയം ഉണ്ടാവില്ല. മലയാള സിനിമയിലെ സകലമാന റെക്കോർഡുകളും മോഹൻലാലിന്റെ പേരിലാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മമ്മൂട്ടി, മോഹൻലാൽ ഇവർ രണ്ടുപേരുടെയും മക്കൾ ദുൽഖർ സൽമാൻ, പ്രണവ് മോഹൻലാൽ, അതായത് മമ്മൂക്കിയുടെ മകൻ ദുൽഖർ, ലാലേട്ടന്റെ മോൻ പ്രണവ്, ഇവർ രണ്ടുപേരും മലയാള സിനിമയിൽ സജീവമാണ്. ദുൽഖർ സൽമാൻ ആദ്യ സിനിമയുമായി വന്നപ്പോൾ, അതായത് ഒരു കൊച്ചു സിനിമയുമായി വന്നപ്പോൾ, ഈ പുള്ളി വലിയ രീതിയിൽ മുന്നോട്ടൊന്നും പോവില്ല, വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല, താരങ്ങളുടെ മക്കൾ ഒന്നോ രണ്ടോ പടം ചെയ്ത് അതുപോലെ തിരിച്ചു പോകും, ആ രീതിയിൽ തന്നെയായിരിക്കും ദുൽഖർ സൽമാൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ മോഹൻലാലിന്റെ മകൻ പ്രണവ് ആദി എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുന്നു. സിനിമ വലിയ വിജയമായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടപ്പോൾ തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നത് ഇയാൾക്കും ഈ പണി പറ്റില്ല, ഇയാളും കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ പടം കഴിഞ്ഞ് അങ്ങ് പോവാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിച്ചത്. ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും പേര് ഒരുപക്ഷെ ഇവർ ചീത്തയാക്കിയേക്കാം എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2026, അതായത് വർഷങ്ങൾ കഴിഞ്ഞു. ദുൽഖർ സൽമാൻ പതിയെ പതിയെ വളർന്ന് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലെല്ലാം അഭിനയിച്ച് വലിയ താരമായി മാറുന്നു. അതായത് തമിഴിലും തെലുങ്കിലും പോയി നായകനായി അഭിനയിച്ച് വലിയ വിജയങ്ങൾ കൊയ്യുന്നു, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് മലയാളത്തിൽ യുവതാരങ്ങളിൽ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി ദുൽഖർ സൽമാൻ മാറിയിരിക്കുന്നു. മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലും തമിഴിലും നല്ല രീതിയിലുള്ള ഫാൻ ബേസ് പുള്ളിക്കുണ്ട്. അതായത് മമ്മൂട്ടിയുടെ പേര് ചീത്തയാക്കാതെ അദ്ദേഹം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രണവ് മോഹൻലാലിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഇതിനകം അഭിനയിച്ചിരിക്കുന്നത്. അതായത് നായകനായി വെറും 5 സിനിമകളിൽ. ആ 5 സിനിമകളിൽ 4 സിനിമകളും വമ്പൻ വിജയമാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രണവ് മോഹൻലാലിന്റെ ആദ്യ സിനിമ ആദി വലിയ വിജയമായെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയം വളരെ മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ സിനിമയായ 21-ാം നൂറ്റാണ്ടും വളരെ മോശം അഭിനയം തന്നെയായിരുന്നു. സിനിമ കനത്ത പരാജയവുമായി മാറി. അതോടെ പ്രണവ് മോഹൻലാൽ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഹേറ്റേഴ്സിന് മുന്നിൽ ഹൃദയം എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു. വലിയ വിജയമാണ് ആ സിനിമ നേടിയെടുത്തത്. പ്രണവ് മോഹൻലാലിന്റെ ആദ്യ 50 കോടി ചിത്രം ഹൃദയമായി മാറി. വീണ്ടും അതേ കൂട്ടുകെട്ട് ഒന്നിച്ചു വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയും തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറി. 80 കോടിക്ക് മുകളിൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തു. പ്രണവ് മോഹൻലാലിന്റെ രണ്ടാമത്തെ 50 കോടി ചിത്രം. കഴിഞ്ഞ വർഷം വീണ്ടും പ്രണവ് മോഹൻലാൽ DS ഇറെ എന്ന സിനിമയിൽ അഭിനയിച്ചു. ഒരു ഹൊറർ സിനിമയാണ്, A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. ആ സിനിമയും 50 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു. അതായത് 82 കോടിയോളം സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തു. അതായത് പ്രണവ് മോഹൻലാലിന്റെ അവസാനം ഇറങ്ങിയ 3 സിനിമകളുടെയും കളക്ഷൻ 50 കോടിക്ക് മുകളിലാണ്. ആ ഒരു നേട്ടം അതിനു മുൻപ് സ്വന്തമാക്കിയ ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ, അത് മോഹൻലാലാണ്. മോഹൻലാലിന്റെ 2025 പുറത്തിറങ്ങിയ 3 സിനിമകളും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളാണ്. അതിനുശേഷം പ്രണവ് മോഹൻലാലാണ്. മറ്റാർക്കും തന്നെ 3 സിനിമകൾ അടുപ്പിച്ച് 50 കോടിക്ക് മുകളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായി മമ്മൂട്ടിയും മോഹൻലാലും തുടരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ മക്കളും അവർക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരും ഇപ്പോഴും പ്രതീക്ഷകൾ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് ഇപ്പോൾ ആർക്കും സംശയമില്ല. രണ്ടുപേരും മികച്ച അഭിനയ പ്രതിഭകളാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ വലിയ സ്റ്റാറുകളാണ് എന്നുള്ളതും നമ്മൾക്ക് കാണിച്ചു തന്നു വലിയ വിജയ ചിത്രങ്ങളിലൂടെ. ഇനി ദുൽഖറിൻ്റെതായിട്ട് വരുന്ന സിനിമ അത് ഐ ആം ഗെയിമാണ് മലയാളത്തിൽ. തീർച്ചയായും വലിയ പ്രതീക്ഷയുണ്ട് ആ സിനിമയിൽ. വമ്പൻ സിനിമയാണ്. ഓണത്തിനാണ് റിലീസ്. പ്രണവിൻ്റെതായിട്ട് വരുന്ന സിനിമ ഏതാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ റിലീസിങ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ അടുത്ത സിനിമ കമ്മിറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ DS ഇറെ കഴിഞ്ഞ് മാസങ്ങൾ കഴിയുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ അനൗൺസ്മെൻറ്റ് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അത് ഏതാണ് എന്ന് കാത്തിരിക്കുകയാണ്. എന്തായാലും പ്രണവ് മോഹൻലാലിനും ദുൽഖറിനും അഭിനന്ദനങ്ങൾ. അച്ഛന്മാരുടെ പേര് കളയാതെ മുന്നോട്ട് വന്നതിന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.